ഇന്ന് നമ്മൾ കുറച്ച് മേത്തിയില പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. മേത്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അവിടെ കുറേ കൃഷികളുണ്ട്. അതിൻ്റെ ഇടയിൽ മല്ലിയുടെ ഇലയൊക്കെ നട്ടിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങളതിൽ നിന്ന് മേത്തി മാത്രം പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് ഇത് കറി വയ്ക്കാൻ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിൽ പൂവൊക്കെ ഇട്ട് അതിൻ്റെ കായൊക്കെ ഉണ്ടായി വരുന്ന സമയത്താണ് അവിടെ ഞാൻ കടകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ആ ഒരു പ്രായം അത്ര നല്ലതല്ല, ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, ഭയങ്കര കയ്പ്പുമായിരിക്കും അത്. പക്ഷേ ഈ ഒരു പ്രായം നല്ല ടേസ്റ്റാണ് കേട്ടോ. തീരെ കയ്പ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം കൃഷിയൊന്നുമല്ല, നാട്ടുകാരുടെ പറമ്പാണ് ഗൈസ്. പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമുക്ക് എന്തെങ്കിലും തരാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് അവർ തന്നെ കൂടുതൽ നമുക്ക് പറിച്ചു തരാണ്. വേണ്ട വേണ്ടാന്ന് പറഞ്ഞാലും അവരത് കേൾക്കില്ല. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസത്തേക്ക് കറി വയ്ക്കാനുള്ള അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഇലകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല തളിര് ഇലകളാണ്. അധികം മൂത്തിട്ടൊന്നുമില്ല, അധികം നല്ല തീരെ മൂത്തിട്ടില്ല, നല്ല തളിരിലയോട് കൂടിയിട്ടുള്ള ഇലകളാണ്. അപ്പം നമ്മൾ ഇതൊക്കെ പറിച്ചെടുത്ത് നിൽക്കുമ്പോഴാണ് അവിടെ സൈഡിലൊരു മുരിങ്ങ മരം കണ്ടത്. അപ്പോൾ പിന്നെ മുരിങ്ങേനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുരിങ്ങേമ്മ കിടന്ന് ഞാണ്ട് കിടന്നിട്ടാണ് ഇതാ പൊട്ടിക്കാൻ പോണത്. അപ്പോൾ ചേച്ചി എടുത്തിട്ട് വടിയെടുത്ത് കൊണ്ടുവന്നിട്ട് അടിച്ചിട്ടാണ്, നമുക്ക് എത്തില്ലാത്തതുകൊണ്ട് ഒരു ഭാഗം നമ്മൾ താഴ്ത്തി കൊടുത്തിട്ട് അടിച്ചിട്ട് ഒരു 5-6 മുരിങ്ങക്കായൊക്കെ പൊട്ടിച്ചെടുത്തു. ഈ നേരം ഇരുട്ടി തുടങ്ങി എങ്കിലും ഞങ്ങളൊരു 5-6 പൊട്ടിച്ചെടുത്തിട്ടാണ് അവിടെ നിന്ന് പോന്നത്. അധികം ഇരുട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റില്ല. അവിടെ കരിമ്പിൻ്റെ കാടൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുലിയൊക്കെ ഇറങ്ങും. അപ്പോൾ നമ്മൾ ജീവന് ഭീഷണി ആയതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും.